ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരനെ, ഈ ആഗമനകാലം കൂടുതൽ അർത്ഥവത്തായി ആചരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയം എന്ന സുഹൃത്ത് നമ്മെ സഹായിക്കുന്നു. നാം വലിയ തിരുപ്പിറവിക്കായി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പലപ്പോഴും വലിയ അത്ഭുതങ്ങളിലും കാര്യങ്ങളിലുമായിരിക്കും. എന്നാൽ ദൈവം നമ്മെ പരിപാലിക്കുന്നത് ചെറിയ കാര്യങ്ങളിലൂടെയും സാധാരണ നിമിഷങ്ങളിലൂടെയുമാണ്. ഈ സത്യമാണ് നന്ദി എന്ന വികാരം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം നമുക്ക് ശ്രദ്ധിക്കാം. അടിമത്തിൽ നിന്ന് മോചിതരായ ഇസ്രായേൽ ജനം മരുഭൂമിയിലെത്തിയപ്പോൾ അവർ ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും പുറപ്പെട്ടു. ദൈവത്തിൻ്റെ കരുതൽ മറന്ന് അവരുടെ ശ്രദ്ധ മുന്നോട്ടുള്ള യാത്രയിലെ ഭീഷണിയിലും നഷ്ടപ്പെട്ടു പോയ അടിമത്തെ കാലത്തെ ഭക്ഷണത്തിലുമായിരുന്നു. എന്നാൽ ദൈവം അവർക്ക് മഴയായി സ്വർഗത്തിൽ നിന്നും മന്ന നൽകി, എന്നും രാവിലെ. അത് സ്വർഗീയമായ ഒരു അത്ഭുതമായിരുന്നിട്ടും അവർ അതിനെ വെറും ആഹാരമായി കണ്ടും വേഗമെടുത്തു. നമ്മുടെ ജീവിതത്തിലും മരുഭൂമി നിമിഷങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ജോലിക്കാര്യങ്ങളിലെ മടുപ്പ് തുടങ്ങിയവ. ഈ വലിയ വെല്ലുവിളിയുടെ നടുവിൽ ദൈവത്തെ പഴിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ മന്നായ പോലെ ദൈവം നമുക്ക് എന്നും നൽകുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങളുണ്ട്. ഉദാഹരണത്തിന്, രാവിലെ വരുമ്പോൾ ലഭിച്ച ആരോഗ്യം, നമ്മെ കരുതുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, കൃത്യസമയത്ത് ലഭിച്ച ഭക്ഷണം, സുരക്ഷിതമായി കിടന്നുറങ്ങാൻ സാധിക്കുന്ന വീട്, എല്ലാം നമ്മുടെ മന്ന. സങ്കീർത്തനം 107 പറയുന്നത് പോലെ കർത്താവിന് നന്ദി പറയുക, അവിടുന്ന് നല്ലവനാണ്. അതായത് നന്ദി എന്നത് എല്ലാം തികഞ്ഞ അവസ്ഥയിലുള്ള ഒരു വികാരമല്ല, മറിച്ച് കുറവുകൾക്കിടയിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് തിരിച്ചറിയുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. മന്ന കുറവായിരുന്നില്ല, പക്ഷേ അവർക്കത് വെറും മന്ന ആയിരുന്നു. നന്ദിയുള്ള ഹൃദയമാണ് വെറും മന്നായി ദൈവസ്നേഹം കാണുന്നത്. പ്രിയ സഹോദരനെ, ഈ ആഗമന കാലത്ത് നന്ദിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം. മരുഭൂമിയിൽ നാം പരാതി പറയുന്നതിന് പകരം നമുക്ക് ലഭിച്ച ഓരോ മന്നായ്ക്കും നന്ദി പറയാം. ഈ ചെറിയ നന്ദി പറച്ചിലുകൾ നമ്മുടെ കുടുംബത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ആലയമാക്കി മാറ്റും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതൊരു ക്രിസ്മസിന്റെ കാലമാണ്, ഒരു കാത്തിരിപ്പിന്റെ കാലമാണ്. ശരിയാണ്, ഇതൊരു കാത്തിരിപ്പിന്റെ കാലമാണ്. വീണ്ടും ഒരു ക്രിസ്മസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഒപ്പം ഒരു ഒരുക്കത്തിന്റെയും കൂടെ കാലമാണ്. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് യേശു നമ്മളോട് പറയുന്നുണ്ട്. 10 കന്യകമാരുടെ ഉപമയിലൂടെ 5 കന്യകമാർ വിവേകവതികളായിരുന്നു, അവർ ഒരുക്കമുള്ളവരായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ഒരുങ്ങിയിരിക്കാം. 2025 വർഷം മുമ്പ് യേശു ജനിച്ചത് ഒരു ശിശുവായിട്ടാണ്. പക്ഷേ ഇനി അവിടുന്ന് വരുന്നത് രാജാവായിട്ടാണ്. ആ രാജാവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ ഫോർമേഷനിലൂടെ, കൗതാശിക ജീവിതത്തിലൂടെ, അനുദിന ദിവ്യബലിയിലൂടെ നമുക്കും ഒരുക്കമുള്ളവരായിരിക്കാം. ഈശോയ്ക്ക് വേണ്ടി, അവൻ്റെ 2ാം വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നേർന്നുകൊള്ളുന്നു. നമ്മുടെ കർത്താവായ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൊണ്ട് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. കർത്താവിന്റെ വചനം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.